ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയെയും കുടുംബത്തെയും മുത്തശ്ശൻ പറമ്പും സ്ഥലവും കാര്യങ്ങളും വീടും എല്ലാം കൊണ്ടു നടന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടു നടന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ആ പറമ്പിലെ ആദായങ്ങളെ പറ്റി പറയുന്നു, അവിടുത്തെ ജോലിക്കാരെ പറ്റി പറയുന്നു, എല്ലാം വിശദമായി പറയുവാണ്. അങ്ങനെ ഇതെല്ലാം ആദായം കിട്ടുന്നതാണെന്നും അതുപോലെ തന്നെ ഇതെല്ലാം വരുമാനമുള്ളതാണെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക മുത്തശ്ശൻ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇതുപോലെ പണമെല്ലാം കൂട്ടി വെക്കുന്നവർക്ക് ആർക്കും അത് അനുഭവയോഗം വരുന്നില്ല അങ്കിളെ എന്ന് പറയാം. അവർ നന്നായി ജീവിച്ചിട്ടുമില്ല, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും നമ്മുടെ മനു ഇങ്ങനെ മുത്തശ്ശനോട് പറയണം. അപ്പോൾ യാത്ര ചെയ്ത് ഭൂമിയുടെ സൗന്ദര്യം കാണുകയും നല്ല ഭക്ഷണം കഴിച്ച ആഹാരത്തിൻ്റെ രുചി അറിയാതെ ഇല്ലാത്തവന് ദാനം കൊടുത്ത് അതിൻ്റെ സന്തോഷം അനുഭവിക്കാതെ പണം പിശുക്കി കൂട്ടി വെച്ച് അവസാനം പിച്ചക്കാരെ പോലെ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുക. അപ്പോൾ എന്നെ ആ ഗണത്തിൽ പെടുത്തണ്ട കേട്ടോ, ഞാൻ എൻ്റെ കാലത്ത് നന്നായിട്ട് തന്നെയാണ് ജീവിച്ചത് എന്ന് മുത്തച്ഛൻ അന്നേരം മനുവിനോട് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരൊന്ന് ചിരിച്ചു. പക്ഷേ രേവതിക്കുട്ടിയുടെ മുഖത്തൊരു ചെറിയ സങ്കടമുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ അവിടുത്തെ ഗാർഡനും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു. ആ സമയത്ത് ഞങ്ങളെന്ന് ഇറങ്ങുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, ഞങ്ങൾ എറണാകുളം വരെ ഓടി എത്താനുള്ളതല്ലേ, ഞങ്ങൾ പൊക്കോട്ടെ എന്ന്. അപ്പോൾ അതും ശരിയാണല്ലോ, കൊച്ചിനെ കാണുമ്പോൾ പോകല്ലേ എന്നാണ് മനസ്സിലെ വിചാരം എന്ന് മുത്തശ്ശൻ പറയുവാണ്. അപ്പോൾ ഇനിയും വരാമല്ലോ എന്ന് മനു അന്നേരം പറഞ്ഞു. അങ്കിളിന് അങ്ങോട്ടും വരാം, ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാമല്ലോ എന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങോട്ട് വാ, എൻ്റെ മോനല്ലേ അവൻ്റെ കൊച്ചിനെ കാണേണ്ടത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ നേരം പറയുക. അപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഞങ്ങൾ കഞ്ഞി വാരി കൊടുത്താൽ ഛർദ്ദിക്കുന്നവനാ, ഇന്ന് കൊച്ചു വാരി കൊടുത്തിട്ട് അവൻ ഛർദ്ദിച്ചതേ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. സുഖമായിട്ട് അവൻ കിടന്ന് ഉറങ്ങുകയാണെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി പോട്ടെ അങ്ങളെ, ഫോണിൽ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് ഇവർ പോവുക. അപ്പോൾ പോയിട്ട് വരാവുന്ന രേവതിക്കുട്ടി മുത്തശ്ശനോട് യാത്ര പറയുമ്പോൾ വരണം എന്ന് മുത്തശ്ശൻ രേവതിക്കുട്ടിയോട് പറഞ്ഞു. അനുഗ്രഹമൊക്കെ കൊടുത്തു, ഇങ്ങനെ പറഞ്ഞും വിട്ടു. അവരിങ്ങ് പോന്നു. മുത്തശ്ശൻ ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഹരിയെയും രോഹിയാട്ടോ. രാത്രിയായി, 2 എണ്ണം ബീറൊക്കെ മേടിച്ച് നല്ല കുടിച്ച് സുഖമായിട്ട് അങ്ങനെ ഇരിക്കാം. പലര് കൂടിയ പാമ്പ് ചാവില്ലെന്നൊരു പഴഞ്ചൊല്ല് നീ കേട്ടിട്ടില്ലേ എന്നൊക്കെ രോഹിത്ത് ഹരിയോട് ചോദിച്ചു. എടാ, പഴഞ്ചൊല്ല് പലതിൻ്റെയും എക്സ്പയറി ഒക്കെ കഴിഞ്ഞടാ എന്ന് ഹരി അന്നേരം രോഹിത്തിനോട് പറയാം. നിൻ്റെ വീട്ടിലിപ്പോൾ എന്താ കാലാവസ്ഥ, അലീന തന്നെയാണോ ഇപ്പോഴും എന്ന് ചോദിക്കുമ്പം അലഞ്ഞ് തിരിഞ്ഞ് വരുന്ന പട്ടിക്കും കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ വിഷം വയ്ക്കുന്ന ഒരു നാടൻ കലാപരിപാടി ഇല്ലേ, അവൾക്കെതിരെ ഇനി അങ്ങനെ എന്തെങ്കിലും നോക്കിയാലേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പം എടാ, ആർക്കും ഇല്ലാതെ നശിപ്പിച്ച് കളയലേടാ, നല്ല 1-ാം തരം പീസ, ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛൻ്റെ മോളല്ലേടാ, നിൻ്റെ പെങ്ങളായിട്ട് വരും എന്ന് ഹരി. അന്നേരം ഒക്കെ കള്ളക്കഥയല്ലേ എൻ്റെ ഹരി എന്ന് രോഹിത്ത് ഹരിയോട് പറയാം. അപ്പം കള്ളക്കഥയാണോ? സംശയം എന്താ? അച്ഛൻ്റെ വാശി, അച്ഛൻ്റെ നിലപാട്, അച്ഛൻ്റെ ഡിസിഷൻ, അച്ഛൻ്റെ പൊസിഷൻ എല്ലാം സ്ട്രോങ് ആക്കാൻ വേണ്ടി അച്ഛൻ ഓരോ സമയത്തും ഓരോ നുണക്കഥകൾ അവതരിപ്പിച്ചു വിഡ്ഢികളാക്കാൻ എല്ലാവരെയും നോക്കി. എല്ലാവരും വിഡ്ഢികളായിക്കൊണ്ട് അതെല്ലാം വിശ്വസിച്ചു. ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നും അല്ല എന്ന് രോഹിത്ത് പറയുക. കടപ്പാട്ടൂർ ഇപ്പോഴും ആഭ്യന്തര പരിപാടികളും കലാപവും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുകയാണല്ലേ എന്ന് ഹരി ചോദിക്കുമ്പം അതെ, അമ്മ ഡിവോഴ്സിന് പോകാൻ തീരുമാനിച്ചെന്നും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ വേറെ വീടെടുക്കുമെന്നും രോഹിത്ത് പറയാം. ഞാനും ബബി എന്തായാലും അമ്മയുടെ കൂടെ പോകുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനേക്കാൾ ത്രില്ല് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് ഹരി പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന രോഹിത്തിൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെ ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്നു. കയ്യിൽ ബ്രാൻഡി കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. മിച്ചർ അതും ഇതെല്ലാം കൊടുക്കുന്നു. കുറേ പേരിങ്ങനെ വന്നു കേട്ടോ പിന്നാലെ. അങ്ങനെ അവന്മാരെല്ലാവരും കൂടെ വന്ന് കമ്പനി കൂടി വെള്ളവടി പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ഇടയ്ക്കൊക്കെ റബ്ബർ തോട്ടത്തിൽ ആ വീട്ടിൽ നമുക്ക് ഒത്തുകൂടണം. ഒന്നെങ്കിൽ അവളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ, നമ്മൾ ഒന്നിച്ചങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. എന്താ ഇതുപോലെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ കൂട്ടുകാരുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ രോഹിത്തിനോട്. ആ സമയത്ത് എടാ, ആ ബീറെടുത്ത് കുടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് കൂട്ടുകാരെ കുടിപ്പിക്കാൻ ഹരിയുടെ കൂട്ടുകാരെ കുടിപ്പിക്കാൻ ഭയങ്കര ത്രില്ലായിട്ട് എങ്ങനെ ഇരിക്കാം. ചിയേഴ്സൊക്കെ പറഞ്ഞ് അടി കൂടിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. ഇന്നൊരു ദിവസം നമ്മളെല്ലാവരും കൂടെ കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു വിശേഷം കൂട്ടുകാർ ചോദിച്ചപ്പോൾ. അപ്പോൾ എടാ, തെണ്ടിത്തരമൊന്നും കാണിച്ചേക്കല്ലേടാ എന്ന് കൂടെ വന്നതിൽ ഒരു ചെറുക്കൻ പറയാ ഈ ഹരിയോട്. ഒന്നുമില്ലടാ, ഒന്നുമില്ലെന്നേ. എടാ, 2 വർഷമായി ഞാൻ അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അവൾക്ക് എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തെന്ന് നിനക്കറിയോ? ഡ്രസ്സ്, ഫുഡ്, ഗോൾഡ്, വാച്ച്, ഫുട്വെയർ, എൻ്റെ പൊന്നോ പേഴ്സും അതിൽ വയ്ക്കാനുള്ള ക്യാഷും എല്ലാം കൊടുത്തു. എൻ്റെ പൊന്നെ, ഞാനൊരു 1 lakh അവൾക്ക് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഞാനെന്താടാ വേറെ ഊളയാണോ എന്നൊക്കെ ഹരി ഇങ്ങനെ കൂട്ടുകാരോട് പറയാം. അപ്പോൾ അവളുടെ പ്രശ്നം എന്നതാടാ എന്ന് കൂട്ടുകാർ ഹരിയോട് ചോദിക്കുമ്പോൾ
പിടി തരാതെ വഴുതി അങ്ങ് പോവാടാ. ആടിനെ പച്ചില കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഇവന്മാരിരുന്ന് ചിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് അവൾ ജെനുവിൻ ആണെന്നാണെന്ന് രോഹിത് പറയുമ്പോൾ മാങ്ങാത്തൊലിയാ അവൻ്റെ ഒരു ജെനുവിൻ. എന്നെ അങ്ങ് ഒലത്തിക്കൊണ്ടിരിക്കുക പഞ്ചാരവാക്കിൽ പൊതിഞ്ഞവള്. കളി ഞാൻ കാണിച്ചു കൊടുക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ രോഹിത്തിനോട് പറയാം. സ്വന്തം പെങ്ങടെ അടുത്തും വില പറഞ്ഞ് നിൽക്കുകയാണെന്നുള്ള കാര്യം ആങ്ങളെ അറിയുന്നില്ല. അപ്പം നീ എന്ത് ചെയ്യാൻ ഉദ്ദേശം എന്ന് കൂട്ടുകാർ ചോദിച്ചു. മാസ്റ്റർ പ്ലാനൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? അത് അറിയണോ എനിക്ക്? അപ്പം ഞാൻ ഉണ്ടടാ നിൻ്റെ കൂടെ എന്ന് ഒരുത്തൻ പറഞ്ഞു. അടുത്തവനും പറഞ്ഞു ഞാനും ഉണ്ടടാ എന്ന്. അങ്ങനെ നിൻ്റെ പ്ലാൻ എന്താണെന്ന് നീ ഒന്ന് തെളിച്ച് പറയാൻ പറഞ്ഞു കൂട്ടുകാരിൽ വേറൊരുത്തൻ. അപ്പം നമ്മൾ ഇത്രയും പേരും ശരണ്യം ഇതുപോലൊരു ആഘോഷം പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും അടുത്തവൻ കൈ കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ കൈ കൊടുക്കുവാണ്. രോഹിത് ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുക. അപ്പോൾ ഇവനെന്താണ് ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്ന രോഹിത് എന്ന് കൂടെയുള്ള വേറെ ഒരുത്തൻ ചോദിക്കുമ്പം അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഹരി പറയുക. അപ്പോൾ ഓക്കെ സെറ്റ്, മറ്റോമാർക്കെല്ലാം ഓക്കെ ആയി. അപ്പോൾ രോഹിത് ഒന്നും മിണ്ടാതിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ ഹരി രോഹിത്തിനെ വന്ന് നോക്കുന്നു. പിന്നെ പുകവലിയായി അതായി ഇതായി ഇങ്ങനെ നിൽക്കുക അവിടെ എല്ലാം എണ്ണം കൂടി. അത് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാവരും കൂടി, അതായത് നമ്മുടെ മനുവും അലീനയും രേവതിക്കുട്ടിയും രേസ്മയും കൂടെ വീട്ടിലോട്ട് പോരുക. എന്നിട്ട് ആ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് പോരുന്നത്. വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. എൻ്റെ വിശപ്പ് എൻ്റെ വയറ് വിളി തുടങ്ങിയെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നു. എന്താ വിശപ്പിൻ്റെ കാര്യത്തിൽ വലിയ ഐക്യമുണ്ടോ അലീന എന്ന് മനു അന്നേരം അലീനയോട് ചോദിച്ചു. കഴിക്കാം, ഞാൻ ഓക്കെയാ എന്ന് അലീന അന്നേരം പറഞ്ഞു. എന്നിട്ട് എന്താ പിന്നെ ആരും ഒന്നും മിണ്ടാതിരുന്നേ എന്ന് മനു ഇങ്ങനെ ചോദിച്ചു കേട്ടോ. വിശക്കുന്ന കുഞ്ഞിപ്പിള്ളേരാണെങ്കിലേ കരയെങ്കിലും ചെയ്യും, ഇത് അതുപോലും ഇല്ലല്ലോ, ഞാൻ പറയണോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനു അന്നേരം പറയാം. എന്നിട്ട് ഇവരെല്ലാവരും കഴിക്കാൻ വേണ്ടി ഒരു കട നോക്കി നിർത്താനായിട്ട് മനു തുടങ്ങുമ്പോഴത്തേക്കും എന്തായാലും മനുവായിട്ട് ഞങ്ങൾ പട്ടിണിക്കിടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അലീന ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മനുവേട്ടൻ ഇതുവരെ അത് പറയാതിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി ഞങ്ങളെങ്ങാനും പട്ടിണിക്ക് ഇടുവോ എന്ന്. പിന്നെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓ പരീക്ഷിക്കായിരുന്നോ എന്ന് മനു അന്നേരം അലീനോട് ചോദിച്ചു. എടി നീ അല്ലേ എനിക്കിതൊക്കെ പറഞ്ഞു തരേണ്ടത്. ഈ ആൻറ്റിക്ക് വിശക്കുന്നുണ്ടായിരിക്കും, ഈ അനിയത്തിക്കുട്ടിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളതാണ്, അപ്പോൾ അതിനെന്തെങ്കിലും തിന്നാൻ മേടിച്ച് കൊടുക്കണമെന്നൊക്കെ നീ അല്ലേ എന്നോട് പറയേണ്ടതെന്നൊക്കെ മനു ചോദിക്കുമ്പോൾ പറയാതെ ചെയ്യുമെന്ന് അറിയണ്ടേ എന്ന് അലീന ചോദിക്കുക. ആ ഓരോരുത്തരും എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് പോയാൽ മതി, അവിടെ ചെന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഗ്രേസമ്മ. പിന്നെ അവരവർ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇവരിതേ ഒരു ഹോട്ടലിൽ ഇറങ്ങി, നല്ല വലിയൊരു ഹോട്ടൽ. ആ ഹോട്ടലിൽ ഇറങ്ങി അവർ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഇവർ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രേസമ്മയുടെ ഡ്രൈവർ, ആ ചെറുപ്പക്കാരൻ മാത്തുക്കുട്ടി അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വീട്ടിലോട്ട് വരുന്നു. വീട്ടിലോട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാറിലിരുന്ന് മടുത്തല്ലേ എന്ന് അലീനയോട് ചോദിച്ചു. അപ്പം ഞാൻ ഇനി ഒരു 500 കിലോമീറ്ററും കൂടി ഇതേ പവറിൽ ഓടും എന്ന് അലീന ഇങ്ങനെ മനുവിനോട് പറയുമ്പോൾ തള്ളല്ലേ എന്ന് മനു അലീനയോട് പറഞ്ഞു കേട്ടോ. അപ്പം മാമച്ചൻ്റെ കാറ് കാണുന്നില്ലല്ലോ എന്ന് ഗ്രേസമ്മ പറഞ്ഞു. അപ്പോൾ ഇവരിറങ്ങി ചെന്നപ്പോൾ മാത്തുക്കുട്ടി ഇങ്ങനെ ഓടി ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഇവർ ഓടി ഇറങ്ങി വന്ന സമയത്ത് മാമച്ചാൻ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ മാമച്ചായൻ ക്ലബിലോട്ട് പോയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഉണ്ടോ ദൈവമേ, നമ്മളില്ലാത്ത തക്ക നോക്കി കള്ളു കുടിക്കാൻ പോയതാണെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. എടി മോളെ, മൂപ്പർ വല്ലപ്പോഴും 2 പെഗൊക്കെ ഒന്ന് അടിക്കട്ടേന്നേ, മുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ സാധനം എല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചു മനു. അവിടെ ചെന്നിട്ട് കുടിക്കാനുള്ളതും കൂടി ഇവിടെ വെച്ചേ കുടിച്ചിട്ടുണ്ട് പണ്ട് എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ഗ്രേസമ്മ പറയാം. അപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി വീട്ടിനകത്തേക്ക് കയറുന്നു. മനു ആണെങ്കിൽ എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ കയറുന്നില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് കഴിക്കാനാണ് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലേ എന്ന് മനു അവരോട് ചോദിച്ചു. കയറി ഇരുന്നിട്ട് പോകാൻ മനസ്സേട്ടാ എന്ന് രേവതിക്കുട്ടി പറഞ്ഞു. കയറിയാൽ ഇനിയും ലേറ്റ് ആകും, അപ്പോഴേക്കും അങ്കിളും വരും, പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടാ എന്ന് മനു ഇങ്ങനെ നേരം പറഞ്ഞു. അലീന ചേച്ചി പറഞ്ഞ മനുച്ചേട്ടൻ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏയ് വേണ്ട, ഞാൻ പറയത്തൊന്നുമില്ല, രാവിലെ ഡ്രൈവറായിട്ട് കൂടിയതല്ലേ, നമ്മൾ എവിടെയെല്ലാം കൊണ്ടുപോയി എന്ന് അലീന. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരതിരൊക്കെ ഇല്ലേ, ഇനി എങ്ങനെ ഫ്രീ ആക്കി വിടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു, ഇനി പോയിക്കോ എന്നല്ലേ എന്ന് മനു ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ മനുവേട്ടന് വേണ്ടിയാണ് സംസാരിച്ചതെന്ന് അലീന പറഞ്ഞു. അപ്പോൾ താങ്ക്സ് പറഞ്ഞു കേട്ടോ മനു അലീനയോട്. അപ്പോൾ രേവതിക്കുട്ടി പോവാട്ടോ ആൻറ്റി, ടാറ്റാ, നാളെ വരുമോ എന്ന് ചോദിച്ചു. നാളെ വരുമോ ഇല്ലയോ എന്ന് നാളെ പറയാം കേട്ടോ എന്ന് മനു അന്നേരം പറഞ്ഞു. ഒന്ന് പോട്ടെടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് യാത്ര പറഞ്ഞിട്ട് മനു അങ്ങ് പോണു. മനു പോയപ്പോൾ അലീന ഇങ്ങനെ നോക്കി നിൽക്കുക. അലീനയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ മനു അങ്ങ് പോയി. മനു പോകുന്നത് വരെ, കണ്ണ് മറയുന്നത് വരെ അലീന നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത് കൂട്ടിച്ച് 4 കാലിൽ വീട്ടിലേക്ക് വരുന്നു. അച്ഛൻ അറിയാതെ പതുക്കെ ഒച്ച കുറച്ച് ബൈക്കൊക്കെ ഓടിച്ച് വീട്ടിലേക്ക് കയറി വന്നിട്ട് ആടി വരുക. ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ
അകത്തേക്ക് കയറപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് വന്ന് വാതിൽ തുറന്നു. കൃഷ്ണമോള് വന്ന് വാതിൽ തുറന്നപ്പോൾ ചേട്ടൻ്റെ വീഴാനൊക്കെ പോണു കേട്ടോ. അപ്പം ഇത് ആരാടി ഇവിടെ പടി കൊണ്ട വെച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒച്ച വയ്ക്കും. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ പണി തീർത്തങ്ങ് വെച്ചതേ ഉള്ളൂ എന്ന് കൃഷ്ണമോള് പറയാൻ മറന്നുപോയി. പടി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണമെന്നേ. അപ്പം നീ എന്താടി മനുഷ്യനെ കളിയാക്കാണോടി എന്ന് ചോദിച്ച് രോഹിത് ദേഷ്യപ്പെട്ടപ്പോൾ രോഹിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൃഷ്ണ. കുടിച്ചു, അതിനിപ്പോൾ എന്നാ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചിനോട് ദേഷ്യപ്പെട്ടു. എനിക്ക് വയസ്സ് 21 എന്താടി കുഴപ്പം, ഞാൻ 2 ബേറടിച്ചു, എന്താടി കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ആരുടെ അടിമയൊന്നും അല്ല, മനസ്സിലായോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗ്. ഞാനുണ്ടല്ലോ, ഞാൻ ആരുടെ അടിമയല്ലെന്ന് മനസ്സിലായോ? അപ്പം കൊള്ളാം, നല്ല കൂത്ത്, കാണേണ്ടത് തന്നെയാണെന്ന് കൃഷ്ണ പറയുമ്പോൾ എന്താടി കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് രോഹിത് ദേഷ്യപ്പെടുക. അച്ഛനിങ്ങ് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് കൃഷ്ണമോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബബിത ഇറങ്ങി വരിക. നീ ചെന്ന് പറയടി, ചെന്ന് പറ, എനിക്കുണ്ടല്ലോ, നീ അച്ഛനോട് പറഞ്ഞാൽ പുല്ലാടി പുല്ല് എന്നും പറഞ്ഞ് നിൽക്കുമ്പം എന്താ കൃഷ്ണയെ ഒച്ചയും ബഹളമെന്ന് ചോദിച്ചു ബബിത അങ്ങോട്ടേക്ക് വന്നു. വാ ചെന്ന് നോക്ക്, ഒരാൾ കള്ളും കുടിച്ചേച്ച് വന്ന് വലിയ ബൈജു കളിക്കുന്നു, വീട് മാറി പോകാന്ന് വെച്ചു, ഭാഗ്യം എന്നും പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനേ പ്രായപൂർത്തിയായവനാ, എന്താടി കുഴപ്പമൊന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്നതാ നടക്കുന്നേ? ഓരോരുത്തരുടെ തോന്നിവാസം അല്ലയോ ഇന്ന് രോഹിത്ത് ചോദിക്കുക. ബബിത ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് എൻ്റെ ആയിക്കോട്ടെ, അതിന് എന്നാടി കുഴപ്പം? അപ്പോൾ ഒന്നുമില്ല, ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കൃഷ്ണ. ഞാൻ പോകുന്നില്ലടി, എന്നാ എന്നും ചോദിച്ചുകൊണ്ട് രോഹിത് അവിടെ തന്നെ നിൽക്കുക. മക്കൾ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി ഇത് മിക്കവാറും അച്ഛൻ കണ്ടുകൊണ്ട് വരും. അച്ഛൻ കണ്ടുകൊണ്ട് വന്ന് കഴിയുമ്പോൾ അടുത്ത അടി മോനിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ഒത്തിരി രസകരമായിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ.